പിന്നെ ബൈബിൾ പറയുന്നു, നിങ്ങളുടെ ഹൃദയം കല്ലാണ്, ഞാൻ അവരുടെ മാംസത്തിൽ നിന്ന് കല്ലുള്ള ഹൃദയം നീക്കം ചെയ്യും. ബൈബിൾ പറയുന്നു, നിങ്ങളുടെ ഹൃദയം കല്ലും കഠിനവും തണുപ്പും വന്ധ്യവുമാണ്. അതാണ് നിങ്ങളുടെ ഹൃദയം. ഫറവോൻ തന്റെ ഹൃദയം എങ്ങനെ കഠിനമാക്കി? കർത്താവ് മോശയോട് പറഞ്ഞു, ഫറവോന്റെ ഹൃദയം കഠിനമാക്കിയിരിക്കുന്നു. അവൻ ആളുകളെ വിട്ടേക്കാൻ വിസമ്മതിക്കുന്നു. ദൈവം 10 ബാധകൾ അയച്ചു, ഫറവോനെ ഭയപ്പെടുത്താൻ. ഇസ്രായേൽ ജനത്തെ ഈജിപ്ത് വിടാൻ അനുവദിക്കുമ്പോഴെല്ലാം അവൻ വാഗ്ദാനം ചെയ്തു. അവർ ഈജിപ്തിൽ അടിമകളായിരുന്നു, പക്ഷേ അവൻ അത് ചെയ്തില്ല. അവൻ എല്ലായ്പ്പോഴും തന്റെ വാഗ്ദാനം ലംഘിച്ചു. അവൻ തന്റെ ഹൃദയം കഠിനമാക്കി. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. ബൈബിൾ പറയുന്നു, പലപ്പോഴും ശാസന ലഭിച്ചിട്ടും ഹൃദയം കഠിനമാക്കിയവൻ പെട്ടെന്ന് ഛേദിക്കപ്പെടും, അതിനും പ്രതിവിധിയില്ല. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, നിങ്ങളുടെ ഹൃദയം കഠിനമാക്കുന്ന അവസാന സമയം വരും, എല്ലാം അവസാനിക്കും, നിങ്ങൾക്ക് ഇനി ഒരു അവസരവുമില്ല. കാരണം നിങ്ങൾ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കുമ്പോൾ അത് അതിനു ചുറ്റും ഒരു ചെറിയ വളയം സൃഷ്ടിക്കുന്നു. പരിശുദ്ധാത്മാവ് വീണ്ടും നിങ്ങളോട് സംസാരിച്ചേക്കാം, പക്ഷേ നിങ്ങളുടെ ഹൃദയം കൂടുതൽ കഠിനമാകും. അത് ഫറവോന്റെ ഹൃദയം പോലെയായിരിക്കും. ദൈവം നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇനി അവനെ കേൾക്കാൻ കഴിയില്ല. ഓരോ തവണയും അത് കൂടുതൽ കഠിനമാകും.